നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയലൊക്കെ ഞാൻ എൻ്റെ 35-ാം വയസ്സിൽ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എപ്സ്റ്റീൻ ഫയൽ ഇറങ്ങിയോണ്ട് പറയല്ല. അന്നത്തെ 42 വയസ്സിൽ ചെയ്ത പ്രഭാഷണങ്ങളും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് ചാനലൊന്നുമില്ല, എന്നാൽ ആരുടെയൊക്കെയോ ചാനലുകളിൽ അത് കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, മതത്തെ ഇല്ലാതെയാക്കാൻ കൃത്യമായ കേന്ദ്ര ഒരു സംവിധാനത്തോടുകൂടി, ഒരു കേന്ദ്ര സ്വഭാവത്തോടുകൂടി ഇവിടെ പലതും നടക്കുന്നുണ്ട്. 3-ാം ലോക യുദ്ധം, മഹായുദ്ധം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഇങ്ങനെ കോൺസ്പിറൻസി തിയറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടൈക്കാരം ഇല്ലേക്കാരം ഉണ്ടായിക്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ഫയലുകളൊന്ന് നോക്കൂ. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരു പ്രൈവറ്റ് ദ്വീപിൽ ചെല്ലുകയും അവിടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്നല്ല, എല്ലാ തരത്തിലുള്ള വികൃതികൾക്കും വൈകൃതങ്ങൾക്കും ലൈംഗിക കേളികൾക്കും ഇരയാക്കി പേടിപ്പിച്ചും പീഡിപ്പിച്ചും കൊന്നു കഴിഞ്ഞ് കുഴിച്ചിട്ടാ തിരക്കടില്ല. അത് ചുട്ടു തിന്നുന്ന ബാക്കി വരുന്നത് സമൂഹത്തിന് തിന്നാൻ കൊടുക്കുകയും ചെയ്യുന്നു. എനിക്കറിഞ്ഞൂടെ അവിടെ ഇരിക്കുന്നവരൊക്കെ എത്ര പേര് മനുഷ്യമാംസം തിന്നിട്ടുണ്ടാവുന്നുള്ളൂ. കാരണം വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെയുള്ള ഇന്റർനാഷണൽ ഔട്ട്ലെറ്റിലൂടെ വരുന്ന സാധനങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നെങ്ങനെ ഉറപ്പുവരുത്തുക? അവർ ഇത്രയധികം കുട്ടികളെ കൊല്ലുമ്പോൾ ബാക്കിയൊക്കെ കുറച്ചേ തിന്നാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കളയാൻ പാടില്ല. അവരുടെ വിശ്വാസപ്രകാരം ഇത് മറ്റുള്ളവരെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് തീറ്റിക്കണം. അതിന് ഞാനും നിങ്ങളൊക്കെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മാർക്കറ്റാണ് ഏറ്റവും നല്ലത്. ഇവിടെയാണ് നമ്മുടെയൊക്കെ മക്കള് പലപ്പോഴും കണ്ട മന്തിക്കടയുടെയും കുഴിമാന്തി 2 മണിക്കൊക്കെയാണ് കുഴിമാന്തി തിന്നാൻ വേണ്ടി. ഒരു ദിവസം ഞാൻ പരിപാടി കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് തിരിച്ചു വരുമ്പോ ചായ കുടിക്കാൻ തോന്നി. കാരണം ഒപ്പം ഇരിക്കുന്ന ഡ്രൈവർക്ക് ഉറക്കം വരാതിരിക്കാൻ. ഒരു വലിയ ആൾക്കൂട്ടം ഒരു സ്ഥലത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ പരിപാടി? ചെന്ന് നോക്കുമ്പോ 2 മണിക്കത്തെ കുഴിമാന്താൻ നിൽക്കുക, 2 മണിക്ക് മന്തി ബിരിയാണി പൊട്ടിക്കാൻ നിൽക്കുക. തഹജൂദിനും തറാവിക്കും നമ്മളെ കുട്ടികൾ ഇത്ര തിരക്കൂടാറില്ല. സുബൈക്ക് കുട്ടികളെ കിട്ടാലില്ല. എല്ലാ മതത്തിന്റെയും ഈ അപജയങ്ങൾക്കുള്ള പ്രതിരോധം കൂടിയാവണം നമ്മുടെയൊക്കെ പള്ളികൾ, അമ്പലങ്ങളും ചർച്ചുകളും ഒക്കെ. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെയുള്ള വൈകൃതങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്ന് പോലും അറിയാത്ത ഒരു കൺഫ്യൂഷനിലാണ് ഇന്നത്തെ കാലം നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞ സമയത്തിൽ തന്നെ ഞാൻ നിർത്തുന്നതാണ്. ഞാൻ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ പ്രതിരോധങ്ങൾ തീർക്കണമെങ്കിൽ, ഇതിനൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ, സാധാരണ ഒരാൾ എന്നോട് ചോദിച്ചു, നമ്മളിതിൽ എന്താ ചെയ്യുക? അമേരിക്കയിൽ ആരോ കുട്ടികളെ ചുട്ടുനിന്നതിന് നമ്മളും എന്താ ചെയ്യുക? നമ്മളും അതിന്റെ ഭാഗമാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മതം പ്രസക്തമാക്കാനും, നമ്മുടെയൊക്കെ ഇസങ്ങൾ, അത് രാഷ്ട്രീയമാകട്ടെ ഏത് പ്രസ്ഥാനവുമാകട്ടെ, നമ്മുടെയൊക്കെ ഇസങ്ങളുടെ, മതങ്ങളുടെ, രാഷ്ട്രീയത്തിന്റെയൊക്കെ നല്ല വശത്തിലേക്ക്, മാനവിക വശത്തിലേക്ക് കയറി നിന്നുകൊണ്ട് അത്തരം ഒരു വെർഷൻ, അത്തരം ഒരു രീതി, സംവിധാനം അത് ആചരിക്കുന്നവരായി മാറണം. ഒരു കാര്യം ഞാൻ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഒരു ഉദാഹരണം എന്ന നിലയിൽ. ഇവിടുത്തെ ഹലാൽ വിവാദങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിന്റെ രാഷ്ട്രീയവും കച്ചവടവുമായ കണ്ണുകളിൽ നിന്നൊക്കെ ഞാൻ മാറിയൊന്ന് ചിന്തിക്കുകയാണ്. അതിനെനിക്ക് ഉത്തരം പറയാനൊന്നുമില്ല. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒരുപാട് നടത്തി. പക്ഷെ ഞാൻ പറയുന്നത് ഹലാൽ ഫുഡ് ഉണ്ടാവണം എന്നാ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചത്തതും പുഴുത്തതും ഇങ്ങനെ കൊണ്ട് തള്ളി കുട്ടികളുടെയും മനുഷ്യന്റെയും മാംസമാണോ എന്നറിയാതിരിക്കാൻ അതിനെ ടെസ്റ്റ് ചെയ്യുന്നൊരു സംവിധാനം ഒരു മതത്തിൽ ഉണ്ടാവണം. ധൈര്യമായിട്ട് ആ മതത്തിലെ ഹോട്ടലിലെങ്കിലും കയറി ഭക്ഷണം കഴിച്ചൂടെ നമുക്കൊക്കെ? അതിൽ വെള്ളം ചേർക്കരുത് നിങ്ങളാരും. ഞങ്ങളുടെ ആദർശത്തിൽ, ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ ഖുറാനിൽ, ഞങ്ങളുടെ നബിയുടെ ചര്യയിൽ ഞങ്ങളോട് ദൈവം കൽപ്പിച്ചതിൽ ഞങ്ങളിത് തിന്നൂല. ഞങ്ങൾക്കതിന്റെ ഉറപ്പ് കിട്ടണം. ഇത് എവിടുന്ന് വരുന്നു, ആരുടെ ഭക്ഷണം, ആരുടെ ഇറച്ചിയാണ്, എങ്ങനെ വന്നതാണ്, ഇത് ചത്തതാണോ, ചവിട്ടിക്കൊന്നതാണോ, ബലി കൊടുത്തതാണോ എന്നറിഞ്ഞിട്ടേ ഞങ്ങൾ തിന്നുള്ളൂ എന്ന് ശഠിക്കുന്ന ഒരു ജനമാണ് ഇന്ന് ഉണ്ടാവേണ്ടത്. ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ ഒരാൾ മാത്രം നടത്തിയത് കൊണ്ട് അത് പോരാ. അവിടുത്തെ മഹല്ലും അവിടുത്തെ കാളിയും അവിടുത്തെ ആളുകളും ഉൾപ്പെട്ടവരത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ഈ കളിയാവിൽ വരാൻ പാടില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവവുമായി ചേർന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഈ സമൂഹത്തിന്, പൊതുസമൂഹത്തിന് നന്മ കൊടുക്കാൻ കഴിയും, തിന്മയെ തടുക്കാൻ കഴിയും. ഹൈന്ദവർക്കുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചില പ്രൊഡക്റ്റുകളൊന്നും ഹൈന്ദവതയ്ക്ക് ചേർന്നതല്ല.
ചില പ്രൊഡക്റ്റുകൾ ബുദ്ധമതക്കാരും ജൈനക്കാരും വാങ്ങൂല. കാരണം അവർ പറയും ഇത് ഞങ്ങളുടെ മതസ്വഭാവത്തിന് ചേർന്ന പ്രൊഡക്റ്റുകളല്ല, അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ചില മതക്കാർക്ക് കഴിയും. ഇങ്ങനെയുള്ള മതങ്ങൾ വരണം. അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ വ്യതിരിക്തതകൾ, നമ്മുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകതകൾ ആചരിക്കുന്നതോടൊപ്പം തന്നെ പരമത നിന്ദ നടത്താനും പരനെ ഇല്ലാണ്ടാക്കാനും ശ്രമിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഇടയിലൊക്കെ നമുക്ക് തെറ്റിദ്ധാരണയുടെ ഭാഗമായി ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയരുത്. പരനെ കാണുമ്പോൾ നമുക്കൊരു അന്യതാബോധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ കൃത്യമായി എൻ്റെ മതം പറയുന്ന ചര്യകൾ കൊണ്ടു നടക്കും. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് മിനിഞ്ഞാന്ന് പ്രസംഗിച്ച ഒരു സ്ഥലത്ത് അതിന്റെ തലേ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പള്ളിയിലെ മൗലവി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ വിഷയം അവിടെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ മഹലിലാണ് ചെല്ലുന്നത്. അവസാനത്തെ നമസ്കാരത്തിനും ബാങ്ക് കൊടുത്തപ്പോ അനൗൺസ്മെന്റ് വന്നു, നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ടാകാം, ആരും എഴുന്നേക്കണ്ട, നമുക്ക് ഒന്നിച്ച് നിസ്കരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, വേറെ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഈ മൗലവീനെ കണ്ടില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം, ഇവിടുത്തെ ആള് നമ്മളെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വന്നില്ലല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഞാൻ എൻ്റെ നമസ്കാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. എനിക്ക് തോന്നി നിങ്ങളെ കൂടെ വരണമെന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ ഞാൻ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ അവിടെ പോയി അവർക്ക് ഇമാം നിന്നുകൊണ്ട് അവർക്ക് അവസാനത്തെ ബാങ്ക് കൊടുത്തപ്പോ ആ നേതൃത്വം കൊടുത്തിട്ടാണ് അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നത്. ഈ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ബഹുമാനാണ്. നിങ്ങൾ ആതിഥേയ മര്യാദയേക്കാൾ കൂടുതൽ രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ മതത്തിന്റെ കാര്യത്തിന് മുൻതൂക്കം കൊടുത്തു. കാരണം എന്താ? അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് അതൊരു നല്ല മാതൃകയാവൂല. ഉസ്താദ് ചോറിനാട് പോയി, ഇവിടെ ആരാഞ്ഞപ്പോ ഇമാം വെക്കുക. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ മത അനുഷ്ഠാനങ്ങളിൽ ഇനി നോമ്പ് വരികയാണ്. എത്രയോ പ്രാവശ്യം എൻ്റെ അടുത്തൊക്കെ വന്ന കുട്ടികളുടെ പോക്കറ്റിൽ നിന്ന് ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതെന്താ വയ്ക്കും? അത് മൊബൈലാണ്. ഉരുണ്ടിട്ട എൻ്റെ മൊബൈൽ വയ്ക്കും. ഇടക്കെടുത്ത് തിന്നാനാണ് അറിയാം. ഇങ്ങനെയൊന്നും അല്ല നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത്. ഇനി നിസ്കാരവും നോലുമ്പും കറക്റ്റ് ആക്കണവർ പോലും സക്കാത്തിന്റെ കാര്യം വരുമ്പോൾ കുറച്ച് കണക്കിൽ പെശകുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കൃത്യമാക്കി ഒന്ന് കൊടുത്തു പോയാൽ ബഹുമാനമാണ് പരസ്പരം അങ്ങോട്ടും ഉണ്ടാകുക. ഞങ്ങളുടെയൊക്കെ ഭക്ഷണക്രമത്തെക്കുറിച്ച് എത്രയോ പേര് ഞങ്ങളെയൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഞാനും ഒക്കെ മസ്കറ്റിലായിരുന്നു ഒന്നിച്ച്. ഞങ്ങൾ ഒരുപാട് സമയം ഒന്നിച്ചുണ്ടായിരുന്നു. അവിടെ ഭക്ഷണം വിളമ്പിയാലൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മുമ്പ് എന്നോട് ചോദിച്ചു, എന്താ കഴിക്കാത്ത? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 2 നേരമേ ഉള്ളൂ, ഈ സമയത്തല്ല കഴിക്കുക, ഒരു 5 മണിയാകുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി. അതിനെക്കുറിച്ചൊക്കെ വളരെ സന്തോഷപൂർവ്വം എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ ഉണ്ടാകണം, നിങ്ങളൊക്കെ അതിന്റെ മാതൃകയാവണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാപ്പോഴാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. മസ്കറ്റിലും സലാലയിലും ഒക്കെ ഞങ്ങൾ ഒരുപാട് നേരം ഒന്നിച്ചു നടക്കുകയും ഈ തോളിൽ കൈവച്ചുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരസ്പര ബഹുമാനങ്ങളും പരസ്പര മാതൃകകളും ആകേണ്ടത്. ചിലതൊന്നും എൻ്റെ അടുത്ത് നടക്കൂല എന്നുള്ള ബോധം ഉണ്ടാവണം. സ്വാമിയുടെ അടുത്ത് ഇന്ന തന്നെ കാര്യങ്ങൾക്കൊന്നും നടക്കൂല, ചെലവാകൂല. ഉസ്താദിന്റെ അടുത്ത് നടക്കൂല, അല്ലെങ്കിൽ മുഷാവറ അംഗങ്ങളുടെ അടുത്ത് നടക്കൂല. അതൊന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലണ്ട എന്ന ബോധം നമുക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയട്ടെ. അധികം സമയമില്ല. എന്നോട് പറഞ്ഞതിനെക്കാട്ടിലും ഒരു 4 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. 14 മിനിറ്റ് ആകുന്നു. എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഈ സമയത്ത്? റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ദൈവമേ, ഇത് ഞങ്ങളിൽ നിന്ന് ഒരു സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കട്ടെ. ഇബ്രാഹിം നബിയും കൂട്ടരും ആ മരുഭൂമിയിൽ കഅബ ദേവാലയം എന്ന ഒരു ദേവാലയം ഒന്നും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതാനും കുറച്ച് കല്ലുകൾ, മരുഭൂമിയിൽ എവിടെയാ കല്ല് കിട്ടുക? വല്ല ഉലുക്കിയും പൊട്ടി വീണ കല്ലേ ഉള്ളൂ. അതൊക്കെ കിലോമീറ്ററുകളോളം ദൂരം ചുമന്ന് കൊണ്ടുവന്ന് അവിടെ കുറച്ച് കല്ലുകൾ കൂട്ടിവെച്ചിട്ട് അവർ പറയാണ്, ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഇടമാണ്, ഇവിടെയാണ് ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഞങ്ങളൊരു അടയാളപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നടത്തിയത്. ഈ ചരിത്രത്തിൽ നമ്മുടെയൊക്കെ വാചകങ്ങളും പ്രവർത്തികളും നമ്മുടെയൊക്കെ ജീവിതങ്ങളും നന്മയുടെ, ദീനിന്റെ, ധർമ്മത്തിന്റെയൊക്കെ അടയാളപ്പെടുത്തലുകളായി മാറുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഇത് ഞങ്ങളിൽ നിന്ന്
ഇഹത്തിലും പരത്തിലും സ്വീകാര്യമായ സ്വാലിഹായിട്ടുള്ള അമലായ മാത്രം പോലെ സ്വാലിഹായിട്ടുള്ള അമലാവണം. സ്വീകരിക്കപ്പെടുന്ന ഏത് വിധത്തിൽ നോക്കിയാലും ആരാൽ നോക്കിയാലും സ്വീകരിക്കപ്പെടുന്ന നല്ല പ്രവൃത്തികളായി നന്മകളായി മാറട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ വേഗം പോകും, മറ്റൊന്നും കൊണ്ടല്ല. ഇന്നെൻ്റെ വന്ധ്യപിതാവ് 76 വയസ്സ് തികയുന്ന ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പം മൂത്ത മോനെന്ന നിലയിൽ ഞാൻ ചെന്നിട്ടപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കുകയുള്ളൂ. അപ്പം അദ്ദേഹം കാത്തിരിക്കുകയാണ്, രാവിലെ മുതലേ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പള്ളി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മതി മോനെ, അതൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേരളയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കാളിയാവ് അരിമണലടുത്താണ് നമുക്കൊരു ആശ്രമം ഉള്ളത്. പക്ഷെ ഞാൻ അവിടെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ അധികവും കോഴിക്കോട് മീഞ്ചന്റെ അടുത്താണ് ഉണ്ടാവുക. ഏതായാലും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുവിൻ. നമുക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് ചെയ്യാനുള്ളതുണ്ട്. സമയം വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ അധിക പ്രസംഗികളാണ്, ഒരുപാട് പ്രസംഗിക്കുന്ന ആൾക്കാരാണ്, നിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണ്ട, ഞാനിപ്പോൾ നിർത്തുകയാണ്. എല്ലാ അർത്ഥത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.